കാണിക്കത്തില്ലേ? കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് LGBTQനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് റിയാസ് സലീം വന്നു സീസണിൽ വന്നിട്ട് 4 വന്നിട്ട് ഇതൊക്കെ എന്ത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഇത് കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് ഇത് തന്നെ അല്ലേ നമ്മൾ ഈ പറയുന്ന രാത്രി 11 മണിക്ക് ശേഷം ചിലപ്പം ബസ് സ്റ്റാൻഡിൽ ഒരാൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഷയായിരുന്നു പ്രശ്നം, ഭാഷയും പെരുമാറ്റവും മൊത്തത്തിൽ. ഞാൻ പറഞ്ഞത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. റിയാസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താനാണ് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു പുച്ഛം മറ്റുള്ളവരോടുണ്ട്. ഇതിപ്പോ മരപ്പറ്റിയല്ല പോക്കാനും അല്ല, അങ്ങനത്തെ ഒരു സാധനം. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഇതേ കാഴ്ച ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടു തുടങ്ങി. അവിടെ അവര് നമ്മൾ എങ്ങനെ മുന്നോട്ട് വരണമെന്ന ചർച്ചകൾ വെക്കുന്നതിന് പകരം മറ്റുള്ളവരെ ആക്ഷേപിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും ഡിമാൻഡ് ചെയ്തും കയറി വരാൻ ശ്രമിക്കുന്നിടത്താണ് പരാജയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിക്ക് പരിഹാസമേ കിട്ടും. സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ.